ഒരു ഇൻസ്റ്റൻറ്റ് ഭട്ടൂരയുടെ റെസിപ്പിയാണ് ഇന്ന് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ ഭട്ടൂര നമുക്ക്. മൈദ വെച്ചിട്ടാണ് ഭട്ടൂര ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് മൈദയാണ് ഞാൻ എടുക്കുന്നത്. 2.5 കപ്പോളം മൈദ എടുക്കുന്നുണ്ട്. കുറേ തൈരോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അതൊന്നും ആവശ്യമില്ല ഇതിലേക്ക് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. മൈദ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് ഷുഗറാണ്. ഷുഗർ അതൊരു ഭട്ടൂരയുടെ ആ ഒരു ചെറിയ സ്വീറ്റ്നെസ് വരാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ ഷുഗർ ഇടുന്നുണ്ട്. പിന്നെ ഇടുന്നത് നമ്മുടെ സോഡ നമ്മൾ ബോട്ടിലിൽ വരുന്ന സോഡയില്ലേ, ആ സോഡ നമ്മൾ സാധാരണ ഉപ്പ് സോഡയൊക്കെ ഉണ്ടാക്കി കുടിക്കണതില്ലേ, അതന്നെ. അതിൻ്റെ സോഡ 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ് മേടിച്ചിരിക്കുന്നത്. അത് മുഴുവനൊന്നും വേണ്ട കേട്ടോ. അത് എത്രയും വേണ്ട വെച്ചാൽ കുഴച്ചെടുക്കുക. അത് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക, വെള്ളം ഒഴിക്കരുത്. ഓക്കെ, അത് വെച്ചിട്ട് കുഴച്ചെടുത്തിട്ട് കറക്റ്റ് ഒരു ചെറിയതായിട്ട് ഒത്തിരി ഒന്ന് ടൈറ്റ് ബാറ്റർ തന്നെയാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. കുറേ വെറ്റിയായിട്ടുള്ളതല്ല, കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ അല്ല ഞാൻ കുഴക്കുന്നത് കേട്ടോ. ചപ്പാത്തിയുടെ പരുവത്തിനൊക്കെ തന്നെ ഒരു ടൈറ്റ് ബാറ്റർ കുഴച്ചെടുത്തിട്ട് നമ്മളത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുക ഒന്നും വേണ്ട. നമുക്ക് ടപ്പേന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്യുക അതൊന്നും വേണ്ട. സാധാരണ ഭട്ടൂര അങ്ങനെയല്ലേ, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം, അപ്പോഴേ അത് പൊങ്ങി വരുള്ളൂ. ഇതതിൻ്റെ ഒന്നും ആവശ്യമില്ല. പെർഫെക്റ്റ് ഭട്ടൂര നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡോ തയ്യാറായി കഴിഞ്ഞാൽ എണ്ണ ചൂടായി കഴിഞ്ഞാൽ പരത്തുക. ഓരോരോ ഉരുള എങ്ങനെയാണ് നിങ്ങൾക്ക് വലുതാണോ വേണ്ടത്, ചെറുതാണോ വേണ്ടത്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിലാണോ. ഇപ്പോൾ കടകളിലൊക്കെ ട്രയാങ്കിൾ ഷേപ്പിലും ഓവൽ ഷേപ്പിലൊക്കെ ഭട്ടൂര കിട്ടും. ആ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ. ഞാൻ സാധാരണ ഒരു സർക്കിൾ ഷേപ്പിൽ തന്നെയാണ് പരത്തിയെടുക്കണത് കേട്ടോ. ഓരോരോ ഭട്ടൂര എടുത്തിട്ട് നമ്മൾ പരത്തിയതിന് ശേഷം എണ്ണയിൽ, നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് നന്നായി പൊങ്ങി വരും കേട്ടോ. അത് നമ്മൾ വെച്ചിട്ടില്ലെങ്കിലും നമ്മൾ കുറേ നേരം അത് കുഴച്ച് വെക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ശരി, നന്നായി പൊങ്ങി വരും കേട്ടോ. പെട്ടെന്ന് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് അങ്ങ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞുണ്ടല്ലോ, എണ്ണ ഒട്ടും കുടിക്കാത്ത നല്ല പെർഫെക്റ്റ് ഭട്ടൂര നമുക്ക് കിട്ടും കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാരായിരിക്കും കുറേ എൻ്റെ വിശ്വാസം. കാരണം കൂടുതൽ ആൾക്കാരും തൈരും സോഡാപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് കണ്ടേക്കണത്. അതുകൊണ്ടാണ് പറയണേ. ഉണ്ടാക്കാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറഞ്ഞേക്കണേ, കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ഈ വീഡിയോ എല്ലാവർക്കും. സബ്സ്ക്രൈബും ചെയ്യണേ. കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കാണുന്നുണ്ട് കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ദയവ് ചെയ്തിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. ഇതിൻ്റെ പെർഫെക്റ്റ് കോമ്പിനേഷൻ ചോലയാണ് കേട്ടോ. ചോല ഭട്ടൂര, അതിൻ്റെ കൂടെ ഒരു സവോളയോ പച്ചമുളകോ ഉണ്ടെങ്കിൽ അടിപൊളി.